യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശ്വസ്നായ യോഹന്നാൻ പറഞ്ഞു, അവൻ ഈശോ വളരണം, ഞാൻ യോഹന്നാൻ കുറയണം. നമ്മളിൽ ഓരോരുത്തരിലും ഈശോ വസിക്കുന്നുണ്ട്. ആ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ എപ്പോഴും ജീവിക്കാൻ ശ്രമിച്ചാൽ എന്നിൽ അവൻ ഈശോ വളരും, ഞാൻ കുറയും. മറിച്ച് എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നതെങ്കിൽ എന്നിൽ ഈശോ അവൻ കുറയുകയും ഞാൻ വളരുകയും ചെയ്യും. വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മളിൽ രണ്ട് മനുഷ്യരുണ്ട്, ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനും. ലോകത്തിൻ്റേതായ സുഖങ്ങൾ, ജഡിക സുഖങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എന്നിലെ ബാഹ്യ മനുഷ്യൻ വളരുകയാണ്, ശക്തി പ്രാപിക്കുകയും ആന്തരിക മനുഷ്യൻ കുറയുകയും ചെയ്യും. മറിച്ച് ദൈവിക കാര്യങ്ങളിലാണ് ഞാൻ വ്യാപൃതനാകുന്നതെങ്കിൽ എന്നിലെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച് ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.